ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നാളെ പണി മുടക്കില്ല. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പണിമുടക്ക് ദേശീയ പണിമുടക്കിനെ അല്ല നമ്മൾ പറയുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഒരു പക്ഷേ യാത്രാ സൗകര്യത്തിൻ്റെ പേരിൽ ബുധനാഴ്ച സ്കൂൾ പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇനി വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ SSLC പഠിക്കുന്ന കുട്ടികൾക്ക് നാളെ പണി മുടങ്ങുകയില്ല. നിങ്ങൾക്ക് വേണ്ടി നാളെ ഒരു മെഗാ മാരത്തോണാണ് MS സൊല്യൂഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാളെ ദേശീയ പണിമുടക്കിൻ്റെ പേരിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യരുത്, പഠിക്കാത്തൊരു ദിവസമായി മാറരുത്. നമ്മൾ പഠനം മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. SSLC എത്തിയ ഫുൾ A+ നേടണമെന്ന് ആഗ്രഹമുള്ള ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് 35ഓളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയ, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥിയായിരിക്കണം നാളെ മെഗാ മാരത്തോണിലേക്ക് വരേണ്ടത്. എങ്ങനെയാണെന്നറിയോ? നാളെ രാവിലെ 9 മണിയാവുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ MS സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വരണം. രാവിലെ 9 മണി മുതൽ 11 മണി വരെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ചാപ്റ്റർ എനിക്കറിയാം. എടാ, ചാപ്റ്റർ 2 മണിക്കൂറുണ്ട്. അതായത് 9 മണി മുതൽ 11 മണി വരെ 2 മണിക്കൂറാണ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിരിക്കും 1 മണിക്കൂർ കൊണ്ട് ചെയ്യുക. ബാക്കിയുള്ള 1 മണിക്കൂർ ആ ചാപ്റ്ററിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ 2 മണിക്കൂർ കൊണ്ട് ചാപ്റ്ററും കിട്ടി, നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു 20 ഷുവർ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 11 മണിക്ക് ഒരു ചെറിയൊരു ടീ ബ്രേക്ക് നമുക്ക് എടുക്കാം. 11 മണി മുതൽ 11:15 വരെ ഒരു ടീ ബ്രേക്ക് എടുക്കുക. ആ ടീ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. 11:15 മുതൽ 1:15 വരെ വീണ്ടും 2 മണിക്കൂർ അടിപൊളിയായിട്ട് ഫിസിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ ചെയ്ത് തന്നെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ്. 11:15 മുതൽ 12:15 വരെ ഈ ചാപ്റ്ററിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫുൾ ചാപ്റ്റർ സൗണ്ട് വേവ്സ് 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നു. ബാക്കി 12:15 മുതൽ 1:15 വരെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ 20ഓളം ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ കെമിസ്ട്രി സെറ്റായി. ഉച്ചയായപ്പോഴോടുകൂടി നമ്മൾ ഫിസിക്സും സെറ്റാക്കി. അങ്ങനെ 1:15 മുതൽ 2 മണി വരെ ഒരു 45 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നു. എന്ത് ബ്രേക്കാ? ലഞ്ച് ബ്രേക്ക്. ആദ്യം ഒരു 15 മിനിറ്റ് ഭക്ഷണം കഴിക്കുക, 15 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, 15 മിനിറ്റ് കൊണ്ട് ഫ്രഷ് ആവുക. തിരിച്ച് 2 മണിയാകുമ്പോൾ നിങ്ങൾ കയറി വരുന്നു. 2 to 4, 2 മണി മുതൽ 4 മണി വരെ ഉറങ്ങേണ്ട സമയമായിരിക്കാം. പക്ഷേ നമ്മൾ ഉറങ്ങാതെ പഠിക്കുകയാണ്. അതും ഉറങ്ങിപ്പോകുന്ന ചാപ്റ്ററും ഉറങ്ങിപ്പോകുന്ന സബ്ജക്റ്റുമായിരിക്കാം. പക്ഷേ നമ്മൾ ഉറങ്ങില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയില്ല MS-ൻ്റെ ലൈവിൽ. സോ ജോഗ്രഫിയാണ് സബ്ജക്റ്റ്. അതിൽ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആ 1ാമത്തെ ചാപ്റ്റർ ജോഗ്രഫിയുടെ ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ 2:15 മുതൽ 3:15 വരെ 2 മണി മുതൽ 3 മണി വരെ ചെയ്യുന്നു. 3 മണി മുതൽ 4 മണി വരെ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 20 ചോദ്യങ്ങൾ. അങ്ങനെ കെമിസ്ട്രിയിൽ നിന്ന് 20 ചോദ്യങ്ങൾ, ഫിസിക്സിൽ നിന്ന് 20 ചോദ്യങ്ങൾ, നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് 20 ചോദ്യങ്ങൾ. അങ്ങനെ ടോട്ടൽ 60 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഒരൊറ്റ ലൈവിലൂടെ, ഒരു മെഗാ മാരത്തോണിലൂടെ 3 സബ്ജക്റ്റുകൾ വീതം, 3 ചാപ്റ്ററുകൾ വീതം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിച്ചിറങ്ങുകയാണ്. നാളെ കേരളത്തിലല്ല, എവിടെയാണെങ്കിലും ദേശീയ പണിമുടക്ക് കാരണം നാളെ SSLC കുട്ടികൾക്ക് പഠിക്കാതിരിക്കാൻ തോന്നരുത്. നാളെ കഴിഞ്ഞാലും മറ്റന്നാൾ വീണ്ടും സ്കൂളിലേക്ക് പോകണ്ടേ? വീണ്ടും സ്കൂൾ ഈ വരുന്ന ഓഗസ്റ്റ് 18-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷയില്ലേ? അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ MS സൊല്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഈ വീഡിയോയുടെ നേരെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലൈവിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കണം, ലൈക്ക് അടിച്ച് വെക്കണം. ആ ലൈവ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഏത് ഫ്രണ്ട്സാ? എക്സാം സമയത്തേക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ച്, അല്ലെ ഇപ്പോൾ പരീക്ഷയാണ് 1 മാസം കൊണ്ട് വരാനിരിക്കുന്നത്, വെറും 40 ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ, 30ഓളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് എന്ന് പേടിച്ചിറക്കുന്ന നിന്റെ 10ാം ക്ലാസ്സിലെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ നീ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് പറയണം, MS സൊല്യൂഷൻസിൽ നാളെ ലൈവ് ഉണ്ട്, 3 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കും? എടാ, നിങ്ങൾക്ക് അതിന് കൃത്യമായി ഇടവേള തരുന്നുണ്ട്.
പിന്നെ MS സൊല്യൂഷൻസിൽ 2 മണിക്കൂർ ഇപ്പോൾ കെമിസ്ട്രി ക്ലാസ് എടുക്കുമ്പോൾ ആ 2 മണിക്കൂറും നിങ്ങൾ ആ ഒരു സ്ക്രീനിലേക്ക് എൻഗേജ് ചെയ്യണമെന്നൊന്നുമില്ല. ആ രീതിയിലായിരിക്കും സാർ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. വളരെ ക്ലിയർ ആയിട്ട് ഫൺ എലമെൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈവ്, നിങ്ങൾക്ക് ഓഫ്ലൈൻ ഇരിക്കുന്ന അതേ പ്രതീതി തന്നെ. നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷനിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവില്ല? ഞായറാഴ്ചയൊക്കെ രാവിലെ 9 to ഈവനിങ് 5 o'clock വരെ അല്ലെ 4 o'clock വരെയൊക്കെ അല്ലേ പ്ലസ് മസ്റ്റൊക്കെ എത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരുപാട് ബാച്ചുള്ള ട്യൂഷൻ സെൻ്റർ ആണെങ്കിൽ ഉച്ച വരെ ഒരു ബാച്ച്, ഉച്ചയ്ക്ക് ശേഷം ഒരു ബാച്ച്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാലും നാളെ ഒരു ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മെഗാ മാരത്തോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നു. താല്പര്യമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ. ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ക്രിസ്മസിന് മാർക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം? മോഡലിന് മാർക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം? പബ്ലിക് എക്സാമിൽ A+ ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അവിടെ ആർക്കാ പ്രശ്നം? നിങ്ങൾക്കൊരു സങ്കടം വേദന ഉണ്ടാവില്ല. നിങ്ങളെ പെറ്റ ആൾക്കാർക്കും പോറ്റിയ ആൾക്കാർക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നീട് അവർക്ക് ഒരുപാട് ഗാന്ധിജികൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങളെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ ഉറങ്ങിക്കോ, ഒരു പ്രശ്നവുമില്ല. MS സൊല്യൂഷൻസിലെ ഒരു ടീച്ചേഴ്സിനും നിങ്ങൾ ഉറങ്ങുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഉറങ്ങിക്കോ, ഇഷ്ടമുള്ളത്ര ഉറങ്ങിക്കോ. പക്ഷേ കഷ്ടപ്പെടണമെന്നും ഇഷ്ടപ്പെട്ടൊരു ആഗ്രഹങ്ങളിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്നവന് ഒരിക്കലും ഉറങ്ങുവാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരുപാട് സഹിക്കപ്പെട്ട വേദികളിലൂടെ അല്ലെ സഹിച്ചു പോയ വഴികളിലൂടെ കടന്നുപോയ ആൾക്കാർ വിജയത്തിലെത്തി നിൽക്കുമ്പോൾ അവരുടെ വിജയത്തിലെത്തിയതിൻ്റെ പരാജയ വഴികളിൽ എങ്ങനെയാണ് അവർ തളർന്നു പോയിരുന്നതെന്നും എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നതെന്നൊക്കെ അവർ പറഞ്ഞിരുന്ന മോട്ടിവേഷൻ കോട്സിൽ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അത്രമേൽ കഴിവില്ലാത്തവനായി മാറുന്നു. നിങ്ങൾ ഉണരുകയാണെങ്കിൽ അത്രമേൽ കഴിവുള്ളവനായി മാറുന്നു. സോ നിങ്ങൾ ഉണരൂ. MS സൊല്യൂഷൻസിലേക്ക് രാവിലെ 9 മണിയാകുമ്പോൾ വരൂ. ലൈവായിട്ട് നമുക്ക് പഠിക്കാം. ഞാനുണ്ടാകും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.